ഇപ്പോൾ ഇതുവരെ എണീറ്റില്ലേ? സുഖ ജീവിതം. അല്ലെങ്കിൽ വേണ്ട, രാവിലെ തന്നെ എണീറ്റാ വല്ല വടക്ക് വർത്തമാനം കൊണ്ട് വരും. മനുഷ്യന് മനസമാധാനായിട്ട് ഉറങ്ങാനും സമ്മതിക്കില്ല. ഇത് എന്തോന്ന് പ്രക്ഷോഭേട്ട രാവിലെ തന്നെ. തിരുമിഴി തുറന്ന ഞാൻ ഉണർത്താൻ വേണ്ടി സൗണ്ട് ഉണ്ടാക്കിയതല്ല, ഷെൽഫിൽ നീ ഇത് തേക്കെടുത്തതാ. ഞാൻ ഉറങ്ങുമ്പോ തന്നെ വേണോ ഡ്രസ് എടുക്കാൻ? ആഹാ, ഇടി നീ ഉറങ്ങണമെന്ന് പറഞ്ഞ് എനിക്ക് തുണിയില്ലാതെ പുറത്തു പോകാൻ പറ്റുമോ? തുടങ്ങി രാവിലെ തന്നെ ഉടക്ക് വർത്താനം. എന്റെ പൊന്നു പ്രക്ഷോഭേട്ട, നിങ്ങക്ക് സ്നേഹത്തോടൊന്നും പറയാനില്ലേ? നിങ്ങക്ക് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഹെവി ആണെന്നുണ്ടെങ്കിൽ ഒരു ബെഡ് കോഫി ഒക്കെ ഇട്ട് സ്നേഹത്തോടെ ഭാര്യ ഒന്ന് വിളിക്കാനുള്ളൊരു മര്യാദ ഇല്ലേ? ഓരോരുത്തർ ഭർത്താക്കന്മാര് അവരുടെ ഭാര്യമാർക്ക് കോഫിയൊക്കെ ഇട്ടുകൊടുത്ത് വിളിക്കുന്നത് കാണുമ്പോ സത്യം പറഞ്ഞാൽ കൊതിയാവുക. നീ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വല്ല കാപ്പിപ്പൊടിയിലെ പരസ്യത്തിലായിരിക്കും നീ കണ്ടത്. എടി, നിനക്ക് രാവിലെ എണീച്ച് ആ സുരഭിയിലെടുത്ത് പോയി നിന്നത് എന്താ? അവളെ പല്ലിയേപ്പിക്കാനോ? അതല്ല, ആ അടുക്കളയിൽ പോയി അന്ന് അവളെ സഹായിച്ചെന്ത്? ഓ, രാവിലെ അവളുടെ മുഖം കണ്ട എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ തോന്നും. പിന്നെ അടിയായി വഴക്കായി എന്തിനാണ്? ഞാനിവിടെ മിണ്ടാതെ കിടന്നുറങ്ങിക്കോളാം. ഇത്രയും പറഞ്ഞാ പിന്നെ എളുപ്പമായല്ലേ എല്ല. രാവിലെ ഓഫീസിലോട്ടാ? ഇന്നല്ലാതെ എങ്ങോട്ട്? ഇന്ന് അമ്മയും വരുന്നെന്ന് പറഞ്ഞു ഓഫീസിൽ. അതെന്തിനാ ഈ മാവേലി ഇടയ്ക്ക് കേരളം വർഷത്തിൽ വിസിറ്റ് ചെയ്യുന്ന പോലെ അമ്മ ഇടയ്ക്ക് ഓഫീസിലോട്ട് വരുന്നേ? എന്നാ നീ ഒരു കാര്യം ചെയ്യ, അമ്മയുടെ അടുത്ത് പോയി പറ ഇന്ന് പോണ്ടെന്ന്. പറ്റൂടി? വേണ്ട, കൊണ്ടേക്കോ. അല്ലെങ്കിലും അമ്മ പോയി കഴിയുമ്പോഴേ ഞങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഈ ജയിലറൊക്കെ അവധിയെടുത്ത് പോകുന്ന ഒരു പ്രതീതിയാണ് ഞങ്ങൾക്ക്. ഇത് തന്നെയാണ് അമ്മയ്ക്ക്. ഇവിടെ നിന്ന് എങ്ങനെ പുറത്തു പോയോ അന്നേ അമ്മയ്ക്ക് സമാധാനം കിട്ടും. ഓ, പിന്നെ അമ്മ ഇവിടെ ഇല്ലാത്തതാണ്. നീ വഴക്കുണ്ടാക്കാൻ പോവരുത് എന്നൊന്നും ഞാൻ പറയൂല. നീ എന്തായിരുന്നാലും അത് ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. ഇത് അരുവിക്കര വീട് പോലെയല്ല, ചുറ്റോട്ടത്തൊക്കെ ആളുണ്ട്. അതുകൊണ്ട് ഒന്ന് വഴക്ക് പതുക്കെ ചെറിയ ശബ്ദത്തിൽ കൂടണം. പറ്റുമോ? എന്തോന്ന്? ഒച്ച ഉണ്ടാക്കാതെ വഴക്കിട്ടാ മതിയോന്ന്. എന്നാലും വഴക്കുണ്ടാക്കാതിരിക്കാൻ പറ്റൂല. അതെ, വഴക്ക് ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. ശീലിച്ചു പോയി. നിന്റെ അമ്മ ഇന്ന് ഇങ്ങോട്ടൊന്നും വരൂലല്ല? വരില്ലെന്നാ പറഞ്ഞേ. ഓ, മതി, ആശ്വാസം. നല്ലപോലെ തേക്കണേ. തേച്ചന്റെ ജീവിതം നേരത്തെ. രാവിലെ തന്നെ തുടങ്ങി ഫോൺ എടുത്ത് കുത്തിക്കൊണ്ടിരിക്കുന്നത്. അമ്മക്ക് പത്രം എടുത്ത് വായിച്ചൂടെ അമ്മ? തുടങ്ങി കാലത്തെ വന്നോളും ഊണാന്ന് പറഞ്ഞ് ചുമ്മാ ഇരിക്കാൻ സമ്മതിക്കൂലല്ലേ? നിനക്ക് എന്തിന്റെ സുഖടാ കൊച്ചേ? പിന്നെ ഈ രാവിലെയൊക്കെ ഈ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഒരു പത്രമൊക്കെ എടുത്ത് വായിച്ചോണ്ടിരിക്കണ കാണാൻ എന്തൊരു രസമാണ്. ഇവിടെയാണെങ്കിൽ ഒരാൾ എപ്പോ നോക്കിയാലും ഫോണിൽ 24 മണിക്കൂർ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. അയ്യോ, അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല, നിനക്ക് എന്തിന്റെ കുഴപ്പമാ? ഞാൻ ഈ ഫോൺ നോക്കി ഇവിടെ ഉണ്ടാവില്ലേ ഇരിക്കുന്നത്. നീ ആരെയും ഇത്ര വലിയ ഉപദേശിക്കാൻ? ഇത് ആരോ പറയുമല്ലോ, എനിക്ക് തന്നെ അറിഞ്ഞൂടാ ഞാനാണോ ഇവിടെ ആണോ മരുമോളെന്ന്. എന്താന്നറിയാമോ, എനിക്ക് ഈ രാവിലെ എണീക്കുമ്പോഴേ അമ്മയുടെ അടുത്ത് നിന്ന് വഴക്കിട്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. ആണോ? അയ്യോ കഷ്ടം, കുറച്ചുറങ്ങിയാലും മതി. ഇത് തന്നെ അങ്ങ് ഒഴിവാക്ക് കേട്ടാ. എന്തിയേ ലക്ഷ്മി കൊച്ചമ്മ? എണീറ്റിട്ടൊന്നുമില്ല. ഓ, സമാധാനം. ഇല്ലെങ്കിൽ ഇപ്പൊ അതും കൂടെ കേറി വന്ന് വരണ്ടേനെ. ഈശ്വരോ. അപ്പോഴേ മരുമോളെ, എന്തോ ഞാൻ ഇന്ന് ആഫീസിൽ പോവുക കേട്ടോ. ആവശ്യമില്ലാതെ ഗുണഗുണാന്നും പറഞ്ഞ് ഇനി ഓരോന്ന് പറഞ്ഞ് എന്നെ മടി പിടിപ്പിച്ച് നീ എന്നെ ഇവിടെ ഇരുത്തിക്കളയരുത് കേട്ടല്ലോ. അമ്മ ഓഫീസിൽ പോകാൻ പോണാ? അത് ശരി, ആകെ ഒരു ദിവസമാണ് ഇപ്പൊ പോകുന്നത്, ആഴ്ചയിൽ ഒരു ദിവസം. നീ അതും കൂടെ ഇല്ലാതെ ഇരിക്കാൻ പറ്റുമോ? പോയേ പറ്റൂ. ജോലി ഉണ്ടോ അവിടെ? എനിക്ക് ഒരുപാട് ജോലി. അപ്പൊ ഞാനും കൂടെ വാർത്താമ്മമാരെ കൂടെ. അയ്യേ, നീ എന്തിനാ കൊച്ചെ എന്റെ സാരി തൂങ്ങി ഇങ്ങനെ എപ്പോഴും പുറകെ നടക്കുന്നേ? അയ്യടാ, ഞാനും കൂടെ വരുന്നു.
അതേ അതൊന്നും വേണ്ട. ഞാനൊരു കാര്യം പറയാം. ഇന്ന് 1-ാം തീയതിയാണല്ലോ. അയ്യോ ഇന്ന് 1-ാം തീയതിയായിരുന്നാ? അതും പോയി. അയ്യോ അറിഞ്ഞില്ല. അറിഞ്ഞില്ലേ? ഇല്ല. ഇതാണ് പറയുന്നത്. ഇന്ന് 1-ാം തീയതി ആണ്. മനസ്സിലായോ? അറിഞ്ഞൂടാ. എങ്ങനെ അറിയാൻ? എവിടെങ്കിലൊക്കെ ഒന്ന് നോക്കിക്കൂടെ? ഇത് എത്ര തീയതി, എത്ര 1-ാം തീയതി എപ്പോഴാന്നൊക്കെ നിനക്ക് നോക്കിക്കൂടെ? അല്ല അമ്മയ്ക്ക് എങ്ങനെ അറിയുന്നു 1-ാം തീയതിയാണെന്ന്? അത് പോയി. ഓ എന്തവാ എന്റെ പെണ്ണെ, നീ ഏത് കാലത്തായി ജീവിക്കുന്നത്? അല്ല ഈ വീട്ടില് കലണ്ടർ ഇല്ലല്ലോ. അമ്മയാണെങ്കിൽ 10 തവണ എടുത്ത് നോക്കിയിട്ടുമില്ല. ഇല്ല. അപ്പൊ പിന്നെ അമ്മയ്ക്ക് അറിയാൻ ഒക്കില്ല. അതെങ്ങനെ? എന്നാ എന്റെ പൊന്നുമോള് കേട്ടോ, ഇതിനകത്തെ ഈ ഫോണിനകത്ത് നീ ഇങ്ങനെ കളിയാക്കി അങ്ങ് തള്ളിയല്ലോ കുറച്ചു നേരം മുമ്പ്. ഇതിനകത്ത് കലണ്ടറുണ്ട്, പഞ്ചാംഗമുണ്ട്, TV ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, സകലത് ഇപ്പൊ മനുഷ്യൻ കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ടായത് ഇതിനകത്ത് എല്ലാം ഉണ്ട്. ഇത് നോക്കി എനിക്ക് മനസ്സിലായി 1-ാം തീയതി ആണെന്ന്. ഓ ഇനി അതിനകത്ത് മിക്സിയും ഗ്രൈൻഡറും കൂടെ വരാവുള്ളൂ, ബാക്കി എല്ലാം ആയി. വരട്ടെ ദൈവമേ. അത് വന്ന് 2 മരുമക്കളെ തരുന്നതും കൂടെ വന്നെങ്കിൽ രക്ഷപ്പെട്ടു ഞാന്. ഇനിയൊരു തേങ്ങ എടുത്ത് ഫോണിന് മുന്നിൽ കൊണ്ട് വെച്ചു കൊടുത്താൽ മതി, അത് പൊതിച്ച് ചമ്മന്തിയാക്കി തരും. പക്ഷെ എന്തായിരിക്കും നീ പറഞ്ഞ തമാശ എനിക്ക് അങ്ങോട്ട് ഏറ്റില്ല കേട്ടോ. തേങ്ങ പൊതിക്കുന്നത്. അല്ല ഫോണിലെല്ലാം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇനി എല്ലാം വരുമല്ലോ, ഫോണിന്റെ മുന്നിൽ കൊണ്ട് വെച്ചു കൊടുത്താൽ മതി തേങ്ങ. തിരുവി തരും. അതെ, കുറെ പേരെ തിരുവാനുണ്ട്, അതൊന്ന് വന്നോട്ടെ. തേങ്ങ അല്ലെങ്കിൽ ആൾക്കാരെ കുറച്ച് പേരെ എനിക്കൊന്ന് തിരുമി എടുക്കണം. അതെന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ അമ്മ? ആരെ ഉദ്ദേശിച്ചിട്ടാണെങ്കിലും ശരി, ആണെങ്കിൽ ആണ്. എന്റെ ദൈവമേ, എനിക്ക് ആഫീസിൽ പോകാൻ സമയമായി. നീ ഒരു കാര്യം ചെയ്യ കൊച്ചേ, ഇന്ന് 1-ാം തീയതി ആണല്ലോ. ഏതായാലും നല്ല ഐശ്വര്യമായിട്ട് പ്രതീക്ഷയെ വിളിച്ച് നീ എന്റെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെന്ന് തൊഴുതിട്ട് ആറ്റുകാലും കയറിയതിനെ വരുമ്പോ. എനിക്കാണെങ്കിലേ കല്യാണം കഴിഞ്ഞപ്പോഴുള്ള ഒരു ആഗ്രഹമാണ് അമ്മ, അണ്ണനെയും കൂട്ടി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോകണമെന്ന്. എന്ത് പോവാത്തത്? അല്ലാതെ കാശി രാമേശ്വരം പോലെ അങ്ങൊന്നും അല്ലല്ലോ കിടക്കുന്നത്. ഇവിടെ അടുത്തല്ലേ പത്മനാഭസ്വാമി ക്ഷേത്രം. അയ്യോ കഷ്ടം. എന്താ ഇത്? എന്താ തന്നെ? താങ്ക്സ് അമ്മ. താങ്ക്സ്. ഇങ്ങനെ ഞെക്കി കൊല്ലാതെ എന്തിന്? അമ്മ എന്റെ ആഗ്രഹം ഓർപ്പിച്ചില്ലേ അതിന്. അയ്യോ, ഇങ്ങനെ ഓരോ ആഗ്രഹം ഓർപ്പിക്കുമ്പോ എന്റെ മക്കളിങ്ങനെ ഞെക്കല്ലേ, തട്ടിപ്പോവും മനുഷ്യൻ. സ്നേഹം കൊണ്ടല്ലേ അമ്മ. ഞാൻ പോട്ടെ അമ്മ, ഞാൻ അണ്ണനെ കൂടെ. അവനെ വിളിച്ചിട്ട് പോയി തൊഴുതിട്ടോ കേട്ടോ. അയ്യടാ പാവം. ഏതായാലും ഞാൻ പറഞ്ഞത് അവളനുസരിച്ചല്ലോ. അവള് പറഞ്ഞത് തൽക്കാലം ഞാനും അങ്ങ് അനുസരിക്കാം. അവിടെ ഇരിക്കട്ടെ. ഇങ്ങനൊരു മരുമോള്. എന്റെ പൊന്ന് ചേട്ടാ, ചേട്ടൻ പറയുന്നൊക്കെ ഞാൻ അംഗീകരിക്കുക. ശരി, ചേട്ടൻ എനിക്ക് പൈസ കുറച്ച് ഇല്ലാതിരുന്ന സമയത്ത് തന്ന് സഹായിച്ചു. ദുബായി പോകുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്തു. ഞാൻ ആ പൈസ തരുമെന്നേ. എനിക്കിപ്പോ കുറച്ചും കൂടെ പൈസ വേണം, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ചേട്ടൻ ഇങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവുന്നേ? ചൂടാവല്ലേ. ആദ്യത്തെ കാര്യം മനസ്സിലാക്ക്. ചേട്ടൻ തരാനുള്ള പൈസ ഞാൻ തന്നിരിക്കും. ഞാൻ ഇവിടെ എന്റെ വീട്ടിലെ എന്റെ നാട്ടിലുണ്ട്. ഞാൻ മുങ്ങിട്ടൊന്നുമില്ല. 25,000 രൂപയല്ലേ ഉള്ളൂ. അയാളുടെ കാശിന്റെ കാര്യം ഞാൻ ഇന്ന് തീരുമാനമാക്കാം. വൈകിട്ട് ഒരു സമയത്താ തീരുമാനമാക്കിയിരിക്കും. എന്തോന്നാ എന്ത് ആടെ സംസാരിക്കണേ? അല്ല കാശിന്റെ കാര്യമൊക്കെ പറയണേക്ക്. കാശിന്റെ ഒന്നും പറയണ്ട എന്റെ പൊന്നു സുരഭി. നമ്മളെ ഒരാൾക്ക് പൈസ കടം കൊടുത്തെന്ന് വെച്ചോ, കടം മേടിക്കുന്ന ആൾ ആ സമയത്ത് എന്തോരം കാര്യങ്ങളാ പറയുന്നേ. നമ്മുടെ പൊന്നുവാക്കൊക്കെ പറഞ്ഞ് മേടിച്ചെടുക്കും. പിന്നെ നമ്മള് തിരിച്ചു ചോദിച്ചു കഴിയുമ്പം അവരുടെ ഭാവം മാറിയിട്ട് ഞാൻ നാട് വിട്ടു പോയിട്ടില്ലല്ലോ, ഇത്ര രൂപയൊക്കെ അല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നു. നമുക്ക് പൈസ അർജന്റായിട്ട് വേണമല്ലോ. നമ്മൾ ആൾക്കാർക്ക് കാശ് കൊടുത്തു കഴിഞ്ഞാലേ, അതും കടം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു ചോദിക്കുമ്പോ പിന്നെ അവരുടെ ശത്രുവാകും നമ്മള്. അതെ അതെ അതെ. ശത്രു ആയി കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ അവര് റിയാക്ട് ചെയ്യുമെന്നും അറിയത്തില്ലല്ലോ. എന്തായാലും നമ്മൾ അങ്ങോട്ട് കൊടുത്തിരിക്കണേല്ലേ, അവരിങ്ങോട്ട് തരണ്ടേ? ഇല്ലേ? തരണം. പിന്നെ ഞാൻ ഇപ്പൊ വന്നത് അതിനല്ല. എന്നാ പണയം വെക്കാൻ വേണ്ടി എന്തെങ്കിലും തരാന്ന് പറയാൻ വേണ്ടിട്ടാണ്. അല്ലല്ല, പറഞ്ഞു. ഇന്ന് 1-ാം തീയതിയാ. നമുക്ക് രണ്ടുപേരും കൂടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോവാം. എന്തിന്? തൊഴായി. അല്ല പിന്നെ എന്തിനു പോകണം അമ്പലത്തില്? എന്റെ പൊന്നു സുരഭി, നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. ദൈവം അവിടെ മാത്രമല്ല ഇരിക്കുന്നത്, നമ്മളുടെ എല്ലാം മനസ്സിനകത്തും ഉണ്ട്. ഇത് അമ്പലത്തിൽ പോകാൻ മടിയുള്ള ഒരു സ്ഥിരം പറയുന്ന ഡയലോഗാ. എന്റെ പൊന്നു സുരഭി, നീ ഇതും പറഞ്ഞ് വഴക്കിടാനുള്ള പരിപാടിയാണോ? ഒന്ന് മനസ്സിലാക്ക്. അമ്പലത്തിൽ വരാൻ താല്പര്യമില്ല. എന്തോന്നാ എന്റെ സുരഭി, നിനക്ക് അമ്പലത്തിൽ പോണെങ്കിൽ നീ അമ്പലത്തിൽ പോ. വെറുതെ എന്നെ നിർബന്ധിക്കുന്നേ? അല്ല ഒരുമിച്ച് നീ പോണെങ്കിൽ നീ പോ. വെറുതെ എന്നെ നിർബന്ധിച്ചിട്ട് വരില്ലേ. ഞാൻ ഒന്നാമത് കുറെ ടെൻഷനിലിരിക്കുക. സുരഭി ഒന്ന് മനസ്സിലാക്ക്. എന്താ എടുത്തി? അല്ല മോനെ, ഈ ഫോണിന്റെ ചാർജർ നിന്റെ കയ്യിലുണ്ടോ? എന്റെ കയ്യിൽ ചാർജർ ഒന്നുമില്ല. നിങ്ങളുടെയൊക്കെ ചാർജർ കൊണ്ട് നടക്കുമല്ലേ? സുരഭി, സാരില്ല മോളെ, ഇതൊക്കെ നിനക്ക് സ്ഥിരല്ലേ. ഇതേ നിനക്ക് വിധിച്ചിട്ടുള്ളൂ. കീപ് ഇറ്റ് അപ്പ്.
പിന്നെ അമ്മ വലിയ കാര്യത്തിലേ അവൾ അവനോട് ചെന്ന് പറയാൻ പോയതാണ്. ധാ കിടക്കുന്ന അപ്പൊ തന്നെ അവന് പറ്റത്തില്ല എന്ന്. ശോ, അന്നേരം അവളുടെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞ രോമാഞ്ചം വന്നു. സോ എനിക്കത് കാണാൻ പറ്റിയില്ലല്ലോ കൊച്ചെ. എനിക്ക് രോമാഞ്ചം വരുന്നതാണോ? അതല്ലടി അവിടെ മുഖം. അതാണോ? അതപ്പോ വിഷമിക്കണ്ട. ഇന്നത്തെ ദിവസം മൊത്തം ആ അതേ സ്ഥായി ഭാവത്തിലായിരിക്കും അവള് നടക്കുന്നുണ്ടാവുക. വിഷാദ ഭാവത്തിൽ അമ്മയ്ക്ക് കാണാൻ പറ്റും. ചായ കുടി. സുരഭി, ഡി കൊച്ചെങ്കി വന്നേ. നീ കരഞ്ഞ് കാലി പിടിച്ചിട്ടും പ്രതീക്ഷിച്ച് നീ അമ്പലത്തിൽ കൊണ്ടുപോയില്ലല്ലേ? എങ്ങനെ അറിഞ്ഞ പത്രത്തിൽ ഉണ്ടായിരുന്നാ? ഇങ്ങനെ പോയ പത്രത്തിൽ വരും. എന്തോന്ന്? ഭർത്താവ് ഉപേക്ഷിച്ച് ഒരു ഭാര്യ ആത്മഹത്യ ചെയ്തെന്നു. അമ്മേ, അവളങ്ങനെ പറഞ്ഞ് വിഷമിക്കാതെ. പക്ഷെ പാവം രാവിലെ അത്രയും വിഷമിച്ചാ നിക്കുന്നത് അവന്റെ സ്വഭാവം കണ്ടിട്ട്. എടി മോളെ, നീ ആദ്യം ഉണ്ടല്ലോ ഒരു ഉത്തമയായ ഭാര്യയാകണം. ഭർത്താവിനെ നിലയ്ക്ക് നിർത്താൻ പഠിക്കണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. എനിക്ക് എന്റെ ആവശ്യമില്ല. അയ്യോടി മോളെ, നിന്റെ മുഖത്തെ ആ വിഷമം, ആ രാവിലത്തെ അതേ വിഷമം ഇപ്പോഴും മുഖത്ത് തളം കെട്ടി നിൽക്കുക. അത് കണ്ടിട്ട് ഈ ചേച്ചിക്ക് സഹിക്കാത്തത് കൊണ്ട് പറഞ്ഞുതരാം. നിനക്ക് ചെലവൊന്നുമില്ലല്ലോ. പറയുന്നൊന്ന് കേക്ക് മോളെ. പറയടി കൊച്ചെ. അമ്മ പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. നമ്പർ 1, ഭർത്താവിനെ ഒരുപാട് ആലോചിക്കാൻ വിടരുത്. അവരൊരുപാട് ചിന്തിച്ചു കൂട്ടുന്നതേ അത് നമുക്ക് ദോഷം ചെയ്യും. 2, നമ്മുടെ അനുവാദം ഇല്ലാതെ അവരൊരു കാര്യവും ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യാൻ സമ്മതിക്കരുത്. 3, അവരെന്ത് പറഞ്ഞാലും അത് അംഗീകരിച്ച് കൊടുക്കുക ചെയ്യരുത്. 4, അവര് പറഞ്ഞ അതേ കാര്യം നമ്മൾ പിന്നെ പറയണം. അവരത് സമ്മതിച്ചു തരില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ മിണ്ടാനേ പോകരുത്. കുറഞ്ഞത് 1 വർഷം. കറക്റ്റ്. എന്നിട്ട് നടന്നില്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്തേക്കണം. അത് തന്നെ. തെറ്റ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് തന്നെയൊക്കെ ആയിരിക്കും. പക്ഷെ അത് നമ്മൾ പുറത്ത് കാണിക്കുകയെ അംഗീകരിച്ചു കൊടുക്കുക ചെയ്യരുത്. തല പോയാലും. ഇങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ നിലക്ക് നിർത്തുന്നത്. ഇത് ഞാനായിട്ട് പറഞ്ഞല്ല. എന്റെ മുത്തശ്ശി എന്റെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു, ഞാൻ എന്റെ മോക്ക് പറഞ്ഞു കൊടുത്തു. അത് ഞാൻ 2 കൈ നീട്ടി ആ സ്വീകരിച്ചു. ഈ പകർന്നു കൊടുക്കുന്നില്ലേ, നിങ്ങൾക്കൊരു മോള് വളർന്നു വരുന്നുണ്ട്. ആ കൊച്ചിന് ദയവ് ചെയ്ത് പകർന്നു കൊടുക്കരുത് കേട്ടാ. ചുമ്മാതല്ലേടി നീ പറയുന്നൊന്നും പ്രതീക്ഷ കേൾക്കാത്തത്. ഇന്നലെ കേൾക്കാത്തേ ഉള്ളൂ, നാളെ കേട്ടോളൂ. കേക്കും കുറച്ച് കേക്ക്. അങ്ങനെ ഉണ്ടെ നീ ഒന്ന് തെളിയിച്ച് കാണിക്കണി നീ പറയുന്നത്. എവിടെ ഇവളെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഇനി അഥവാ ഇവള് പറയാൻ പോയാലേ അവൻ കേൾക്കത്തൊന്നുമില്ല. നമുക്കറിയത്തില്ല. പിന്നല്ല. സുരഭി, ഞാൻ പറഞ്ഞ ടിപ്സ് ഒക്കെ ഒന്ന് ഓർത്തു വെച്ചോട്ടോ. പ്രശോഭേട്ടന് എന്റെ അടുത്ത് നിൽക്കണ കണ്ടിട്ടില്ലേ? പോയാ ഒരു വിധവയായ സ്ത്രീ പോകുന്നത് കണ്ടോ? എന്തോന്ന്? വിധവയായ സ്ത്രീയെ? അയ്യേ, അത് ഭർത്താവ് മരിച്ചവരല്ലേ പറയുന്ന വിധവയായ സ്ത്രീ. അമ്മ എന്തോന്ന് ഉദ്ദേശിച്ചത്? അല്ലടി, അപ്പൊ പിന്നെ ഇതിന് എന്തുവാടി നമ്മൾ ചേർക്കുന്നത്? ഓ, ഹതഭാഗ്യ, വിഷാദ എന്നൊക്കെ പറയും. അന്ന് അങ്ങനെ എങ്കിൽ അങ്ങനെ. എന്തിനാ ഈ ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ എടുത്തിട്ട് ഉച്ചരിക്കാൻ പോകുന്നത്? എന്തെങ്കിലും ഒന്ന് പറയണ്ടേടി, അതിന് പറഞ്ഞ പോലെ. ചായ കുടി തണുത്ത്. അമ്മയില്ലാത്തപ്പോ അമ്മയുടെ മുറിയിൽ എന്താ പരിപാടി? ഇവിടെ ഇരുന്നൊരു അമ്മയുടെ ബുക്ക് വായിക്കാൻ വേണ്ടി എടുക്കാൻ വേണ്ടി വന്നോ. ബുക്കാണോ ചെക്കാണോ? ചെക്ക് നമ്മള് ചെസ് കളിച്ചില്ലല്ലോ, ഇയാളുടെ കാര്യം. നിക്ക്, എവിടെ പോണത്? അമ്മ ഇല്ലാത്തപ്പോ അമ്മ സൈൻ ചെയ്ത ചെക്ക് ബുക്ക് മോഷ്ടിക്കുന്നു, എന്നിട്ട് കിടന്ന് ഉരുളുന്നു. കൊള്ളാം. ഞാനേ ഇപ്പൊ തന്നെ അമ്മയെ വിളിച്ച് പറഞ്ഞു കൊടുക്കും. സുരഭി ചതിക്കല്ലേ, ഇച്ചിരി വിഷയമാണ്. എന്ത് വിഷയം? സുരഭി, ഞാൻ ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ട്. ആ പൈസ ഇന്ന് കൊടുത്തില്ലെങ്കിൽ അവരോട് വന്ന് പ്രശ്നം ഉണ്ടാക്കും എന്നാ പറയാം. അപ്പൊ രാവിലെ എന്റെ അടുത്ത് പറഞ്ഞ എല്ലാം കള്ളമാണല്ലേ? അപ്പൊ കാശ അങ്ങോട്ടാണ് കൊടുക്കാനുള്ളത്. എടോ, ഒരു 25,000 രൂപ. 25,000 രൂപയാ? ഞാൻ ഇപ്പൊ തന്നെ അമ്മയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു. എടോ, ഇയാളിപ്പോ അമ്മയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് എന്താ പ്രയോജനം? അമ്മയുടെ അടുത്ത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്താണ് എനിക്ക് പ്രയോജനം? ഒരു ഭർത്താവിനോട് തോന്നുന്ന ചാരിതാർത്ഥ്യം. അയ്യോ, എനിക്ക് ആ ചാരിതാർത്ഥ്യം വേണ്ട. എങ്കിൽ ഇയാള് പറ, ഞാൻ എന്താ ചെയ്യണം?
ഞാൻ പറഞ്ഞ എന്തും കേൾക്കുവോ? എന്തും കേൾക്കും, പക്ഷെ ഈ ചെക്ക് മാത്രം ചോദിക്കരുത്. ഇതിനകത്ത് ആകെ ഞാൻ 25,000 രൂപ എഴുതിയെടുക്കുന്നുള്ളൂ. അത് ഞാൻ മേടിച്ച പാടെ അവർക്ക് കൊടുക്കുക. എന്റെ നിവൃത്തിയുടെ കൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, അതനുസരിക്കണം. എന്നാ വാ വാ. ഇത് നമ്മുടെ ശിവൻചേട്ടന്റെ കൊച്ചല്ലേടി? ധന്യ നല്ല സുന്ദരിയുണ്ടല്ലേ? ഏയ് നമ്മുടെ അത്രയൊന്നും ഇല്ല. ലൈക്ക് ചെയ്യാം. വേണ്ട, അവൾ അഹങ്കാരിയാ. അതെന്താ? അവൾ എന്നെ കാണുമ്പോ ചോദിക്കുക എന്താ ലൈക്ക് ചെയ്യാൻ ഞാൻ? നീ കണ്ടില്ലെന്നൊക്കെ പറയണം. അയ്യേ, അമ്മയ്ക്ക് എന്താ അഹങ്കാരിയാന്ന് തോന്നാ അവള്? ഇത്രയും അവൾ ഉടുപ്പിട്ടുണ്ട് അവൾ കിടന്ന് കളിക്കുന്നു. ആ പിന്നെ ഇത്തിരിയുള്ള ഉടുപ്പിട്ടവരൊക്കെ കുട്ടി ഉടുപ്പിട്ടവരൊക്കെ അങ്ങ് അഹങ്കാരികളാവും. പ്രതീക്ഷ അണ്ണാ, എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുവോ? ശരി, എന്താഗ്രഹം പറഞ്ഞാലും ഞാൻ സാധിച്ചു തരില്ലേ? നമുക്കിന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോണം. അമ്പലത്തിലോ? ഇന്നോ? ചെക്ക് അമ്പലത്തിൽ നമുക്ക് പോവാം. ഇന്ന് തന്നെ ഇപ്പൊ. എന്നിട്ടേ തിരിച്ചു വരുമ്പോ പോറ്റി ഹോട്ടലിൽ നിന്നേ എനിക്കൊരു മസാല ദോശ വേണം. ഒരെണ്ണം മതിയോ? തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട്. സുരഭിക്ക് വടയും കൂടെ വേണമായിരിക്കും അല്ലേ? വട അതിന്റെ കൂടെ കിട്ടുമല്ലോ. നമ്മൾ കഴിച്ചിട്ടൊക്കെ തിരിച്ചു വരുമ്പോ നമുക്ക് ലുലു മാളിൽ പോണം. എന്റെ പൊന്നു സുരഭി, ഇതെല്ലാം കൂടെ ചെക്ക്. ലുലു? ട്രിവാൻഡ്രം ലുലു? ആ, തിരുവനന്തപുരത്തുള്ള ഞാൻ കൊച്ചി ലുലു ആണെന്ന് ഉദ്ദേശിച്ചത്. കൊച്ചി ലുലു അല്ലല്ലോ, തിരുവനന്തപുരത്തുള്ള ലുലു അല്ലേ? പോണ്ടേ? എന്നാ വാ, എന്റെ പ്രതീക്ഷണം പോയി ഷർട്ടും മുണ്ടൊക്കെ എടുത്ത് റെഡി ആയിട്ട് വാ. അല്ല, മുണ്ടെന്തിനാ? പാനിട്ട പോരെ? ചെക്ക്. മുണ്ട് അമ്പലം. ചെല്ല്. അവൾ എന്താ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെക്കെന്ന് പറയുന്നത്? അതവനോട് ചെക്ക് ഷർട്ടോ മുണ്ടോ ഇടാൻ പറയാനായിരിക്കും. അയ്യോ, നിങ്ങൾ ഇവിടെ ഇരിക്കായിരുന്നോ? ഞാൻ കണ്ടില്ല കേട്ടാ. ഇവിടെ ചെയ്തു കൂട്ടിയതൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. കണ്ടായിരുന്നോ? ഞാനും എന്റെ ഭർത്താവും തമ്മിലുള്ള ബന്ധം കണ്ടില്ലേ? ഞാൻ പറഞ്ഞപ്പോ എന്റെ പ്രതീക്ഷ അത് അനുസരിച്ചത് എന്തുകൊണ്ടാ? ഭർത്താവും ഭാര്യയും തമ്മിൽ പരസ്പരം വിശ്വാസവും സ്നേഹവും ഉള്ളത് കൊണ്ടാണ്. അല്ല, നിങ്ങൾ ഭർത്താക്കന്മാരായിട്ടൊക്കെ പുറത്തു പോകുമ്പോഴേ എങ്ങനെയാ? വഴക്കിട്ടാണോ പോകുന്നത് അതോ ഭയങ്കര സ്നേഹത്തോടെയാണോ പോകുന്നത്? ആദ്യം നമ്മൾ ഭർത്താക്കന്മാർക്ക് എന്താ കൊടുക്കേണ്ടത് അറിയുമ്പോ സമാധാനവും സന്തോഷവും കേട്ടാ. അയ്യോ, പറഞ്ഞു പറഞ്ഞ് സമയം പോകുന്ന അറിയില്ല. ഞാൻ പോയി റെഡി ആവട്ടെ, ചെല്ലട്ടെ. അമ്മ വാ, താഴെ കാണാൻ പോയിരിക്കാം. വെറുതെ അവളെ പിരികേറ്റി അവസാനം നാണം കെട്ടത് മാത്രം മിച്ചം. എന്റെ പൊന്നമ്മയുടെ കയ്യിൽ ഇതുപോലത്തെ ഇനി എന്തെങ്കിലും ഐഡിയകളുണ്ടോ? നീ ഒന്ന് വെറുതെ ഇരിയടി. വലിയ ഡയലോഗ് അടിച്ചിട്ട് പോയതല്ലേ, എന്നിട്ട് എന്ത് ചെയ്യേ? അവൾ ഒരു പള്ളിയിലും പോത്തില്ല, ഒരു അമ്പലത്തിലും പോയില്ല. നീ കണ്ടോ? അങ്ങനെ പോവാണെങ്കിലേ എന്റെ പേരെടുത്ത് നീ പട്ടി കിട്ടും. അതിനിവിടെ ഏത് പട്ടി ഇരിക്കണം? ഇവിടെ പട്ടിയില്ല, വേറെ എവിടെയെങ്കിലും ഒക്കെ പട്ടിയില്ലേ? അതിനെ കിട്ടും. ആ, എന്നിട്ട് വേണം ആ പട്ടിക്ക് പേ പിടിക്കണത് ഞാൻ കാണാം. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ലക്ഷ്മി. പേ പിടിച്ചല്ലോ, പേ പിടിച്ചല്ലോ. ദേ, അവര് പോയാ നീ എന്നെ ദേ ഇങ്ങനെ വിളിച്ചോ? നോക്ക്. ആ, അപ്പൊ ഞാനും പ്രതീക്ഷന്റെ കൂടെ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. ഓ, വാ അണ്ണ. അത് ശരി, കാലത്തെ അമ്പലത്തിൽ പോകാന്ന് പറഞ്ഞിട്ട് ഇതുവരെ പോയില്ലേ? ആ, അത് പിന്നെ പ്രതീക്ഷണം പറഞ്ഞേ വൈകിട്ട് പോയാ മതിയെന്ന് അല്ലേ അണ്ണ? ഞാൻ ഇപ്പൊ പറഞ്ഞു. അണ്ണയില്ലേ വൈകിട്ട് പോവാന്ന് പറഞ്ഞത്? ഓർമ്മയില്ലേ? ഇവിടെ വെച്ച് പറഞ്ഞായിരുന്നു. ശരിയാ, ഞാൻ ശ്രീവിയുടെ അടുത്ത് പറഞ്ഞേ വൈകിട്ട് അമ്പലത്തിൽ പോവാന്ന്. വൈകിട്ട് പോകുമ്പം ഒരുപാട് ദീപങ്ങൾ നമുക്ക് കത്തിക്കാൻ പറ്റുമല്ലോ അമ്മ. അതെ അതെ. ഓ, എന്തോ ആവട്ടെ, ഏതായാലും അവര് പോണോന്ന് തോന്നിയല്ലോ, അത് തന്നെ വലിയ കാര്യം. തോന്നിപ്പിച്ചതാ അമ്മ. ആര്? ദൈവം. അത് ശരി. എന്നാ വാ, അനുസരണയുള്ള ഭർത്താവേ വാ. അനുസരണയുള്ള ഭർത്താവോ? അതൊക്കെ ഞാനേ വന്നിട്ട് പറയാം. ഓ ഓ, വാ. ശരി ശരി, ഓ പ്രാർത്ഥിച്ചിട്ട് വരാം. ഓ, കണ്ടോ സുനീത? കണ്ടോ സുരഭി അവളെ ഭർത്താവിനെ വിളിച്ചോണ്ട് അമ്പലത്തിൽ പോകുന്നത്? അതൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ പറ മോളോട്. ഞാനത് പറയുമായിരുന്നു ചേച്ചി. എന്തൊരു ഐശ്വര്യം അവര് പോയിട്ടല്ലേ.
അയ്യോ ദേ കൊച്ചേ, നിനക്കൂടെ ആ പ്രശോഭനെ വിളിച്ചോണ്ട് അമ്പലത്തിലൊക്കെ ഒന്ന് പൊയ്ക്കൂടെ? അല്ല അതെങ്ങനെയാ, ദൈവവിശ്വാസം വേണ്ടേ? ഞാനത് എപ്പോഴും പറയും, ഒട്ടും ദൈവവിശ്വാസമല്ല നീ കൊച്ചിന്. ഇങ്ങനെ ഒരു പെങ്കൊച്ചുണ്ടോ? ഓ, കുറച്ചൊക്കെ ഭക്തിയൊക്കെ വേണ്ടായിരുന്നേ. നീ സുരഭിയെ കണ്ടുപിടിക്ക്, പറഞ്ഞോട്. ശരി. ശരി ചേച്ചി. ഇപ്പൊ നീ എന്തിനാ എന്നെ ഇടിക്കുന്നത്? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.